രാവിലെ ഇന്ന് വെളിയിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചത്. വടയും സാമ്പാറും. എനിക്ക് ഇന്നൊരു ഓർഡറുള്ള ദിവസമായിരുന്നു. കുറച്ച് ഉണ്ടാക്കി കൊടുത്താൽ മതിയായിരുന്നു, ഒരു ഫാമിലിക്ക് വേണ്ടി, വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ടെല്ലാം പെട്ടെന്ന് എനിക്ക് ചെയ്ത് തീർക്കണമായിരുന്നു. അപ്പോൾ ഞാൻ പയറൊക്കെ ഇന്നലെ അരിഞ്ഞു വെച്ചായിരുന്നു. അപ്പം പയർ തോരൻ അടപ്പത്താക്കി. അതിനുശേഷം മീൻ തോരൻ വെക്കാനായിട്ട് മീനെടുത്ത് ഞാൻ വെള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീനെല്ലാം ഒന്ന് വെട്ടി ക്ലീനാക്കി എടുക്കട്ടെ. ഇതെന്ന് പറയുന്നത് ദോമ, ഇവിടെയൊക്കെ ദോമ എന്ന് പറയും മുംബൈയിലൊക്കെ. നമ്മുടെ റാണി, നമ്മുടെ ചെമ്പല്ലിക്കോരയുടെയൊക്കെ ഒരു ടൈപ്പാണ്. പിന്നെ ഇവിടെ ചപ്പാത്തിക്കാർക്ക് ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം വെണ്ടയ്ക്കകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി അവിടെ അങ്ങ് റെഡി ആയിക്കോളും. മീൻ തോരൻ വെക്കാനായിട്ട് ഞാനിവിടെ തേങ്ങയ്ക്കകത്ത് ഒരു തേങ്ങ, അതിൻ്റെ അകത്തേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഒതുക്കിയതിന് ശേഷം പിന്നെ ഞാൻ വീണ്ടും അതെല്ലാം ചട്ടിയിലിട്ടതിന് ശേഷം അതിലേക്ക് ഒരു സവാള, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇതിലും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും ഉലുവാപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് പുളിയും ചേർത്തതിന് ശേഷം നന്നായി കൈ കൊണ്ടൊന്ന് ഞെവിടിയതിന് ശേഷം മീൻ ഇട്ടിട്ട് അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു തുള്ളി വെള്ളം കൈ കഴുകി ഇത്തിരി വെള്ളം കൂടെ അതിൻ്റെ അകത്ത് ഒഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കട്ടെ. ഇതിലേക്ക് 2-3 പച്ചമുളക് കൂടെ കീറിയിട്ടിട്ടുണ്ട്. അപ്പോൾ മീൻതോരൻ വെച്ചിട്ട് ഒരു 5-10 മിനിറ്റൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്നിങ്ങനെ പുക പോലെ വരാൻ പോകണ്ട ഞാൻ സ്പൂണിൻ്റെ 3 വശം കൊണ്ടൊന്ന് ഇളക്കിയിട്ട് നടുവൊക്കെ ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് വീണ്ടും ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മുടെ മീനിലെ വെള്ളമൊക്കെ വറ്റി ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ മഞ്ഞ കളറ്, എൻ്റെ ക്യാമറയുടെ കുഴപ്പം ഈ കളറായിട്ട് കാണുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെ അവർക്ക് ഒരു പറഞ്ഞ ഓർഡറാണ് 1 കിലോ ചിക്കൻ റോസ്റ്റ്, 1 കിലോ ചിക്കൻ ചുക്ക, ടൊമാറ്റോ രസം, മീൻ തോരൻ, പിന്നെ ഒരു മിക്സ് തോരന്. അപ്പോൾ അതെല്ലാം ഞാൻ നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിൻ്റെ എല്ലാം ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ പരിപാടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്തിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം വീഡിയോ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് സെറ്റാക്കി എടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ഇടാം, ചിക്കൻ റോസ്റ്റിൻ്റെയും ചിക്കൻ ചുക്കയുടെയൊക്കെ. അപ്പോൾ എനിക്ക് 1 മണിയാകുമ്പോഴത്തേക്കിന് അത് കൊടുക്കണമെന്നുള്ള രീതിയിലാണ് ഞാൻ പെട്ടെന്നെല്ലാം ചെയ്തത്. പക്ഷേ ഒരു 1:30 ആയി ഇത്രയും എല്ലാം ചെയ്തു വരാനായിട്ട്. ഞാൻ തലേന്ന് കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്ത് വെച്ച്, അതായത് തേങ്ങ തിരുമ്മി വെച്ചു, പച്ചമുളകിൻ്റെയൊക്കെ ഞെട്ട് കളഞ്ഞ്, വെളുത്തുള്ളി പൊളിച്ച്, ഇഞ്ചി പൊളിച്ച് ചിരണ്ടി, അങ്ങനെയൊക്കെ വെക്കുമ്പം പെട്ടെന്ന് എനിക്ക് രാവിലെ ചെയ്യാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ എല്ലാം ഇന്ന് തന്നെ ചെയ്യാനായിട്ടിരുന്നാൽ കുറേയും കൂടെ സമയം പോകും. അപ്പോൾ അറിയാൻ വയ്യാത്ത ആരെങ്കിലും പുതിയതായിട്ട് ജോലി ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ, ആരെങ്കിലും വീട്ടിലൊക്കെ ഗസ്റ്റ് വരുവാണെങ്കിലോ വല്ലോ പരിപാടികളോ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ അങ്ങ് തലേന്നേ അങ്ങ് ചെയ്തു വെക്കാം. അപ്പോൾ ചിക്കൻ റോസ്റ്റൊക്കെ ആകുമ്പം തലേന്നേ അങ്ങ് മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേയും കൂടെ നല്ലതായിരിക്കും. അതിൻ്റെ അകത്തൊക്കെ മസാലയൊക്കെ നന്നായി പിടിക്കും. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്.